ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കുഞ്ഞമ്മത്തിയും അതുപോലെ തന്നെ ചെമ്മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ചെമ്മീൻ വളരെ ഈസി ആയിട്ട് നമ്മൾ കറി വയ്ക്കാൻ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇത് കുടംപുളിയും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇവർ നന്നായിട്ട് തന്നെ തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് നന്നായിട്ട് മഷി പോലെ നരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ഉള്ളി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും, അതായത് നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി, ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും ആവണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച മസാലയൊക്കെ വെന്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഉലുവയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉലുവ വറുത്ത് പിടിച്ച് പൊടിയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഡയറക്റ്റ് കറിയിലോട്ട്. കേട്ടോ, ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഉലുവയും അതുപോലെ ചെറിയ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല കുഞ്ഞമത്തിയും പൊരിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തഞ്ചാവൂർ പൊന്നിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന ചോറ് റൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിതേ കുഞ്ഞമ്മത്തി പൊരിച്ചതും കുറച്ച് കൊണ്ടോട്ടമുളക് പൊരിച്ചതും നമ്മളുണ്ടാക്കിയ ആ ഒരു ചെമ്മീൻ കറിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പിടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ വളരെ പ്രവാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ റൂമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഈസി ആയിട്ടുള്ള കറികളും അതുപോലെ തന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കൂട്ടുകൂടിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.